ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും സൻബോൾസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് സാധാരണ എപ്പോഴും ഞാൻ ചുരിദാറൊക്കെ ഇട്ടല്ലേ വരാറ്. ഇന്ന് ഞാൻ ഇട്ടേക്കുന്നുണ്ടല്ലോ ടീഷർട്ടൊക്കെ ഇട്ടാ വന്നേക്കണേ, വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ വെയിറ്റ് കുറയ്ക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോ 99 കിലോ ആയിരുന്നു. അപ്പൊ 100ലേക്ക് എത്താനായിട്ട് ഒരു 300-400 ഗ്രാമിന്റെ വ്യത്യാസം, അതായത് 99.700 600 ആ ഒരു റേഞ്ചിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വെയിറ്റ് എന്തായാലും കുറയ്ക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാത്തോണ്ട് എന്റെ കണ്ടോ ഇവിടെയൊക്കെ ബ്ലാക്ക് കളറിൽ വെയിറ്റ് കൂടിയ സമയത്ത് വന്നതാ. ഇങ്ങനെ ബ്ലാക്ക് കളറിൽ പാടുകളൊക്കെ ആയി തുടങ്ങി. അപ്പൊ അതൊക്കെ എന്തായാലും മാറണം എന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറഞ്ഞാലേ മാറുള്ളൂ. വണ്ണം വെക്കുന്നതോറും അതൊക്കെ കൂടി വരും. പിന്നെ പാടുകളൊക്കെ നമുക്ക് പോട്ടെ നോക്കാം. പിന്നെ ഇറഗുലർ ആയിട്ട് നമുക്ക് പീരീഡ്സ് ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ അത് നമ്മള് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പണി വാളുന്നു മനസ്സിലായി. അപ്പൊ ഞാൻ എന്തായാലും വെയിറ്റ് കുറയ്ക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വെയിറ്റ് പയ്യെ ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി സൈക്കിളൊക്കെ എടുത്തു. അപ്പൊ സൈക്കിളൊക്കെ ചവിട്ടി നോക്കിയപ്പോ നമ്മളെ കൊണ്ട് കൂട്ടിയിട്ട് കൂടണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ ചവിട്ടാനായിട്ട് പറ്റണില്ല നമുക്ക്. ഞാൻ ചവിട്ടി നോക്കിയിട്ട് എനിക്ക് സൈക്കിൾ ചവിട്ടാനൊക്കെ അറിയാട്ടോ, പക്ഷെ സൈക്കിൾ ചവിട്ടാൻ പറ്റുള്ള ചവിട്ടിയിട്ട് ഒരു കുറച്ചങ്ങോട്ട് ചവിട്ടുമ്പോ തന്നെ നമ്മൾ ആവശ്യതയായി പോവാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ സൈക്കിൾ പിന്നെ ആ പരിപാടി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലെന്ന് മനസ്സിലായി. രാവിലെ ഒന്ന് അനിയത്തിമാരെയൊക്കെ കൂട്ടി ഓടാൻ പോവേ നടക്കാൻ പോവുകയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അതും ശ്രമിച്ചു, പക്ഷെ അത് നമ്മളെ കൊണ്ട് കൂട്ടിയിട്ട് കൂടുന്നില്ല. വേറെ ഒന്നല്ല, 2 ദിവസം നടന്നു. 3-ാമത്തെ ദിവസമായപ്പോഴേക്കും എനിക്ക് കാലുവേദന, മുട്ടുവേദന, അങ്ങനെയൊക്കെ. കാരണം ഇത്രയും വെയിറ്റ് വെച്ചിട്ട് നമ്മള് ചെയ്യാതിരിക്കുന്ന ജോലികളൊക്കെ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് നമ്മളുടെ കാലിൽ ചിലപ്പോ അത് അംഗീകരിച്ചു എന്ന് വരില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ചെറിയ ചെറിയ എക്സസൈസുകൾ, കുഞ്ഞു എക്സസൈസുകളും ചെയ്യാം, അതിന്റെ കൂടെ ഫുഡും കൺട്രോൾ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ട് ഗുണമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യണേ. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മള് ഭക്ഷണമൊക്കെ ഒന്ന് ചെറുതായിട്ട് നിയന്ത്രിച്ച് അതിന്റെ കൂടെ തന്നെ ചെറിയ രീതിയിൽ, വലിയ കാര്യമായിട്ടൊന്നുമല്ല, ചെറിയ രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്തു. അപ്പോ എനിക്ക് നല്ലൊരു വ്യത്യാസം തോന്നിയെന്ന് വെച്ചാൽ 99 ഉണ്ടായിരുന്ന വെയിറ്റ് ഞാൻ 93ലേക്ക് എത്തി. അതായത് ഒരു 6 kgയുടെ വ്യത്യാസം വന്നു. അപ്പോ 6 kgയുടെ വ്യത്യാസം എന്ന് വെച്ചാൽ, പക്ഷെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും അത് തോന്നില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 6 കിലോ ഒന്നും കുറഞ്ഞു കഴിഞ്ഞാൽ എന്റെയൊക്കെ ശരീരത്തിൽ നിന്ന് 6 കിലോ ഒന്നും പോയാൽ ഒന്നുമില്ല. കാരണം അത്രയുണ്ട്. അപ്പൊ ആർക്കും വണ്ണം കുറഞ്ഞല്ലോ എന്ന് പോലും ആർക്കും പറയാൻ തോന്നണില്ല. അതൊക്കെ നമുക്കൊരു എന്താ പറയാ, നമുക്കതൊക്കെ ഒരു പ്രോത്സാഹനമാണ്. അയ്യോ നിന്റെ വണ്ണം കുറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആരും പറയാനില്ല, കാരണം ആർക്കും കണ്ടിട്ട് തോന്നണ്ടേ. കാരണം അതിനും വേണ്ടി തിന്ന് കയറ്റിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കാലും ഞാൻ വിചാരിച്ചു. അപ്പം എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോ എനിക്ക് 93 ആയി. അപ്പൊ 93 ആയപ്പോ ഞാൻ വിചാരിച്ചു അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന്. അപ്പൊ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ട് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണില്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്, പക്ഷെ അത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിക്കണേ. ഒരു 10-11 മണിയൊക്കെ ആവുമ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കിന് ക്ലാസ്സിലൊക്കെ വിട്ടതിന് ശേഷം ഒരുമാതിരി സമാധാനമായി കഴിയുമ്പോ എല്ലാം സ്വസ്ഥമായിട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുറച്ചധികം സമയം എടുത്ത് കഴിക്കുക. പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ ശരീരം വേഗം ചടപടയെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മള് ചവച്ചരച്ച് അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമുക്ക് വണ്ണം കുറയാനായിട്ട് ഏറ്റവും ബെറ്റർ. ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോ പയ്യെ ഇങ്ങനെ ചവച്ചരച്ച് ചെറുതായി കുറെ നേരം എടുത്ത് കഴിക്കാൻ തുടങ്ങി. അതും കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ സ്മൂത്തി ആക്കി. ഫ്ലക്സ് സീഡും പിന്നെ ഓട്സും ചിയാ സീഡും നമ്മൾ നേരത്തെ തന്നെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കുക. നമ്മൾ തലേ ദിവസം ഒന്നും ഇട്ട് വെക്കാറില്ല, അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് വെള്ളത്തിലിട്ട് വെക്കും. അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മള് ബാക്കിയുള്ളതെല്ലാം ചതച്ചിടും. അതായത് കാഷ്നട്ട്, ബദാം, പിന്നെ വാൾനട്ട്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ചതച്ചിടും. അപ്പൊ അത്ര ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് അപ്പൊ അത്യാവശ്യം നല്ല പ്രോട്ടീൻ റിച്ച് ആയി, ഫൈബർ ആയി, എല്ലാം ഉണ്ട്. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് മാത്രം കുറവ്. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചുള്ള ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ സ്മൂത്തീസിലേക്ക് മാറിയത്. പക്ഷെ അത് നല്ലതാണ് കേട്ടോ. ഞാൻ അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു ഇച്ചിരി സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ എക്സ്ട്രാ വേറെ ഒന്നും ആഡ് ചെയ്യണില്ല. പഞ്ചസാര, ശർക്കര അങ്ങനെയുള്ളതൊന്നും ആഡ് ചെയ്യണില്ല. ഹണി ഒന്നും ഉപയോഗിക്കുന്നില്ല.
പകരം ഞാൻ ഉപയോഗിക്കുന്നത് റോബസ്റ്റ് പഴം. റോബസ്റ്റ് പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടല്ലോ, പക്ഷെ ആ മധുരം നമുക്ക് അത്ര ശരീരത്തിന് അധികം എഫക്ട് ചെയ്യണ ഒരു മധുരമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതും ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു സ്മൂത്തി കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-12 മണിയൊക്കെ ആവുമ്പോഴേക്കും ഒരു ചെറിയ ലഞ്ച് കഴിക്കും. ലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഭാടമായ ലഞ്ചൊന്നുമല്ല. കഴിക്കുമ്പോ ചോറ് കുറച്ചെടുത്തിട്ട് കറികൾ കൂടുതലെടുക്കും. അപ്പൊ എന്തെങ്കിലും വെജിറ്റബിൾ തോരൻ ഉണ്ടാവും, പിന്നെ അതിന്റെ കൂടെ ഫിഷ് കറിയോ ഫിഷ് ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും കൂടി ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ അത് ചെയ്യും. പിന്നെ വേറെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്കോൺസ് ഒക്കെ കഴിക്കും. പോപ്കോൺസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫൈബർ ഉണ്ട്. എന്നാൽ അതിൽ നിന്ന് അധികം വലിയ നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വയറ് നിറയേണ്ട ഒരു ഇത് വരും. അപ്പൊ അത് ചില നേരമൊക്കെ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഇറക്കിനും കൊടുക്കും, പിന്നെ ബാക്കി കുറച്ച് ഞങ്ങളും കഴിക്കും. അപ്പൊ അങ്ങനെ നമുക്കൊരു വിശപ്പ് മാറാൻ നല്ലതാണ്. പിന്നെ നന്നായിട്ട് ധാരാളം വെള്ളം കുടിക്കുക. അപ്പൊ ധാരാളം വെള്ളം കുടിക്കും. പിന്നെ അത് കൂടാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു വൈകുന്നേരം രാത്രിയാവാൻ നിൽക്കില്ല. രാത്രിയിലെ ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി പകരം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 6 മണിക്ക് ഉള്ളില് ഭക്ഷണം കഴിക്കും. ഇപ്പൊ നമ്മൾ 6 മണിക്കൊക്കെ നമുക്ക് പള്ളിയിലൊക്കെ കുർബാനയ്ക്കൊക്കെ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ പോണേന് തൊട്ട് മുന്നേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോകും. അപ്പൊ അങ്ങനെ പോകുമ്പോ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നൂല, ഭക്ഷണം കഴിച്ചില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കും. പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ട് ചെറുതായിട്ടൊരു എക്സസൈസും സ്റ്റാർട്ട് ചെയ്തു. എക്സസൈസ് ഭയങ്കര വലിയതൊന്നുമല്ല, അതായത് വണ്ണമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസുകളാണ്. അപ്പൊ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങള്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങള്. അപ്പൊ നമുക്ക് ഇനിയും വീഡിയോസിൽ കാണാം. അപ്പൊ ലവ് യു ഓൾ, ബൈ ബൈ.